ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മുടെ ഹാമ്പേഴ്സിൻ്റെ മേക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ. എങ്കിൽ പിന്നെ എന്താവും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഉണ്ടാവില്ല. ഓഫ് കോഴ്സ് നമ്മുടെ കേക്കിൻ്റെ വീഡിയോ തന്നെയാണ്. പക്ഷേ ഈ ഒരു കേക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഡമ്മി കേക്കാണ് കേട്ടോ. നമുക്കൊരു 3 ടയർ വെഡ്ഡിങ് കേക്ക് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അതിൽ തന്നെ ടോപ്പ് ലെയറിൽ മാത്രമാണ് നമ്മൾ ടെൻഡർ കോക്കനട്ട് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒറിജിനൽ കേക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി 2 ലെയറും നമ്മൾ തെർമോക്കോൾ ഡമ്മി വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ഡമ്മി സെറ്റ് ചെയ്തെടുക്കുകയാണ്. ആദ്യം തന്നെ ഡബിൾ സൈഡ് ടാപ്പ് ബേസിനോട് സ്റ്റിക്ക് ചെയ്ത്, ഇനിയിപ്പോൾ പറിച്ചെടുത്താൽ പോലും പോരുമെന്ന് പഠിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നമ്മളെ ഡമ്മി ഒന്ന് നമ്മുടെ ക്രീം വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ വെഡ്ഡിങ് കേക്ക്സൊക്കെ 3 ടയർ വെച്ച് ഒറിജിനൽ നമ്മുടെ കേക്ക് സ്പഞ്ചൊക്കെ വെച്ച് ചെയ്യുന്നതിനേലും എനിക്ക് ഈ ഒരു കേക്ക് ചെയ്തപ്പോൾ തോന്നിയത് എപ്പോഴും ഇതുപോലൊരു പ്രോസസ്സ് നല്ലതായിരിക്കും. കാരണം മിക്കപ്പോഴും നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ബാക്കി വരുന്ന കേക്ക്സൊക്കെ എപ്പോഴും വേസ്റ്റ് ആയിട്ടാണ് പലയിടത്തും കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഫോട്ടോസിന് വേണ്ടി ഇതുപോലെയുള്ള ഡമ്മി കേക്ക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി ടോപ്പിലൊരു കുട്ടി കേക്ക് ഉണ്ടാവുകയാണ് നല്ലതെന്നാണ് എനിക്ക് ഈ കേക്ക് ചെയ്തപ്പോൾ തോന്നിയത് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ കേക്ക് എന്തായാലും സ്പഞ്ച് കേക്ക് ചെയ്യുന്ന അത്ര ടൈമൊന്നും എടുത്തില്ല ഈ ഒരു ഡമ്മി കേക്ക് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തേത് വളരെ ഈസി ആയിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഡമ്മി ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. ഫസ്റ്റ് ഡമ്മി നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് ബേസിനോട് സ്റ്റിക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഡമ്മി നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വെയിറ്റുള്ള ബോക്സോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് വെച്ചിട്ടുള്ള വല്ല കണ്ടെയ്നേഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ പഞ്ചസാരൊക്കെ ഇട്ട് വെക്കുന്ന പാത്രം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള പാത്രം അതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് സൈഡ് പോർഷനും കാര്യങ്ങളൊക്കെ കവർ ചെയ്തെടുക്കാം. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നമ്മുടെ ഫ്രഷ് ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ പണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കരിക്കിൻ്റെ വെള്ളവും കരിക്ക് ക്രഷ് ചെയ്ത് വെച്ചതും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ലെയേഴ്സിലും നമ്മൾ അതിൻ്റെ പൾപ്പും കരിക്കും വെള്ളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഓരോ ലെയേഴ്സും സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. കോട്ട് ചെയ്ത് നമ്മൾ ടെൻഡർ കോക്കനട്ട് കേക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷമായിരുന്നു ഞങ്ങൾ അത് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡമ്മി കേക്ക്സ് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒന്ന് സെറ്റായപ്പോൾ തന്നെ നമ്മൾ അതെടുത്ത് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒട്ടും വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് സ്റ്റാക്ക് ചെയ്തെടുക്കാൻ പറ്റി. അതിനുശേഷം നമ്മുടെ ടെൻഡർ കോക്കനട്ട് കേക്കും കൂടെ അതിൻ്റെ മേലെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ യൂഷ്വലി നമ്മൾ ചെയ്യാറുള്ള പോലെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് സംഭവം ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായി. അവർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കേക്കും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ. വെഡ്ഡിങ് കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കിത് അവിടെ പോയി സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിൽ സത്യം പറഞ്ഞാൽ വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലോങ് വീഡിയോ അധികം ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടെന്നറിയാം. എങ്കിലും ഞങ്ങൾ കേക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലോങ് വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണട്ടോ.